ദൈവം നമ്മുടെ ആരാധനയിൽ ആമേ സ്തോത്രം ഇറങ്ങി വന്ന് ഹല്ലേലൂയ നമ്മളോട് വളരെ വ്യക്തമായി സംസാരിക്കുന്ന ഹല്ലേലൂയ തന്റെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഹല്ലേലൂയ നമ്മൾ അറിയാത്തൊരു ദൈവത്തെ അല്ല ഒരിക്കലും നമ്മൾ ആരാധിക്കുന്നത്. നമ്മളിത് വായിച്ച സങ്കീർത്തനം പറയും നമ്മുടെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ യഹോവയുടെ നാമത്തിലായിരിക്കുന്നത്. ഹല്ലേലൂയ ഈ കർത്താവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ ദൈവം നമുക്ക് ചെയ്തിരിക്കുന്ന പദവികൾ എത്ര വലുതാണ്. ഈ ദൈവം 2 പേർ കൂടി വന്നാലും 3 പേർ കൂടി വന്നാലും 1000 പേര് കൂടി വന്നാലും ഹല്ലേലൂയ 10,000 പേര് കൂടി വന്നാലും കർത്താവിന്റെ നാമത്തിൽ കൂടി വരുന്ന നടുവിൽ ഞാനുണ്ടെന്ന് പറഞ്ഞ് ഹല്ലേലൂയ നമ്മൾ ഇത്രയും കർത്താവിനെ ആരാധിച്ചു. എത്രയൊക്കെ പറയാൻ കഴിയും കർത്താവിന്റെ അടുക്കലുണ്ട്. ഹല്ലേലൂയ അവന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ഹല്ലേലൂയ സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുക നമുക്ക് ദൈവസന്നിധിയിൽ പറയാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്. ഹല്ലേലൂയ യഹോവ നമ്മുടെ പക്ഷത്തുണ്ട്. ഈ ആരാധന എത്ര പേർക്ക് പറയാൻ കഴിയും ഞാൻ എന്റെ ആരാധനയിൽ എന്റെ കർത്താവിന്റെ സാന്നിധ്യം ഞാൻ അനുഭവിക്കുന്നു. ദൈവം ഇതിന്റെ നടുവിലുണ്ട്. ആമേൻ ഹല്ലേലൂയ ഏറ്റവും വലിയ തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ അതാണ്. ഹല്ലേലൂയ ആമേ സ്തോത്രം നമ്മളെ വിളിച്ച ദൈവം അവിടെ ഉണ്ടെന്നല്ല ഇവിടെ ഉണ്ടെന്നല്ല. ആമേ സ്തോത്രം ദൈവം എന്റെ കൂടെയുണ്ട്. ആമേൻ ആമേൻ മോശയോട് കർത്താവ് പറഞ്ഞു ആമേ സ്തോത്രം നിന്നെ വിളിക്കുന്ന ഞാൻ പറയുകയാണ് നിന്നെ തിരഞ്ഞെടുത്ത ഞാൻ നിന്റെ കൂടെ ഇരിക്കും. യോശുവയോട് കർത്താവ് പറഞ്ഞു ഹല്ലേലൂയ മോശയോട് കൂടെ ഇരുന്നതുപോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ നമ്മൾ ആരാധിക്കുന്ന ദൈവം നമ്മുടെ കൂടെ ഇരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ ഈ കർത്താവിനെ നമ്മൾ ആരാധിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ആരെയാണ് ആരാധിക്കുന്നത് ആ ദൈവത്തെ നമ്മൾ അടുത്തറിയുകയാണ്. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഈ കർത്താവിനെ നമ്മൾ അടുത്തറിഞ്ഞു കഴിഞ്ഞാൽ ഈ ദൈവത്തോട് എങ്ങനെ സംസാരിക്കണമെന്നെല്ലാം നമുക്ക് നന്നായിട്ട് അറിയാം. ഹല്ലേലൂയ ഒരപ്പന്റെ കയ്യിൽ ഒരു കുഞ്ഞിരിക്കുമ്പോൾ ആ കുഞ്ഞ് ഏതെല്ലാം സിറ്റുവേഷനിലൂടെ കടന്നു ഒരു കടയിൽ ചെന്നാൽ കുഞ്ഞ് പറയും അപ്പ എനിക്കിത് വേണം. ഹല്ലേലൂയ എനിക്കിത് വേണം അത് വേണമെന്നെല്ലാം പറയുമ്പോൾ ഹല്ലേലൂയ ആ കുഞ്ഞിന്റെ ആവശ്യം അറിഞ്ഞ് സന്തോഷത്തോടെ കൊടുക്കുന്ന സ്നേഹമുള്ള പിതാക്കന്മാർ. ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ കർത്താവ് പറയുക ആമേ സ്തോത്രം ചെയ്യുന്നു നിങ്ങൾ യാചിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ആവശ്യങ്ങളെ അറിയുന്ന ഒരു ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത്. ഒരപ്പനെയാണ് നിങ്ങൾ വിളിക്കുന്നത്. ഹല്ലേലൂയ അങ്ങനെയെങ്കിൽ ഇന്ന് പകലിൽ ആമേ സ്തോത്രം ചെയ്ത് നമ്മൾ ചോദിക്കുന്നതിനപ്പുറം ആമേ സ്തോത്രം നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്ന ഒരു അപ്പനാണെങ്കിൽ ആ ദൈവം എത്ര സ്നേഹമുള്ള ദൈവമാണ്. ഹല്ലേലൂയ ആ ദൈവം എത്ര ഉന്നതനായിരിക്കുന്ന ദൈവമാണ്. ഇന്ന് പകലിൽ നമ്മൾ പാടിയതുപോലെ നമുക്ക് വേണ്ടത് നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. ഹല്ലേലൂയ നമ്മുടെ വിശ്വാസം വർദ്ധിക്കണം. വിശ്വാസ കണ്ണുകളാൽ ഈ ദൈവത്തെ നമ്മൾ കാണുന്നത്. ഹല്ലേലൂയ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകലിൽ ഹല്ലേലൂയ കർത്താവ് നമ്മുടെ സമീപത്തുണ്ടെന്നും ഈ കർത്താവ് എന്റെ പക്ഷത്തുണ്ടെന്ന് നമുക്ക് പറയാൻ കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തോട് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം കർത്താവ് അങ്ങയെ വിട്ടു മാറിപ്പോകാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇടയായി തീരരുത്. ഈ കർത്താവിനെ പിരിഞ്ഞ് എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയത്തില്ല. കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് ദൈവത്തോട് പറയാനുള്ളത്? പൗലോസ് ദൈവത്തെ വിളിച്ചു പറഞ്ഞു എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. ഞാൻ സകലത്തിലും മതിയായവനാണ്. ദൈവം നമുക്ക് ചെയ്ത പദവികളെ നാം തിരിച്ചറിഞ്ഞിട്ട് ആ പദവി ഓർത്ത് നാം കർത്താവിന് നന്ദി പറയണം. ആമേ സ്തോത്രം ചെയ്തു ആമേ നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാമെന്ന് പിശാച് പറയുമ്പോ ആമേ നിന്റെ കുടുംബം അതല്ലേ ആമേ സ്തോത്രം ചെയ്ത് നിന്റെ അപ്പൻ അങ്ങനെയല്ലേ നിന്റെ അമ്മ അങ്ങനെയല്ലേ ആമേ നിന്റെ സഹോദരങ്ങൾ അങ്ങനെയല്ല എന്നെല്ലാം പിശാച് നമ്മുടെ മാനുഷിക മണ്ഡലങ്ങളെ ആമേ നോക്കി നമുക്കെതിരെ വെല്ലുവിളി ഉയർത്തുമ്പോൾ ഇന്ന് പകലിൽ നമുക്ക് ദൈവസല്യം പറയാനുള്ളത് ആമേ നമുക്ക് മാനുഷിക തലങ്ങളല്ല പിശാച് കാണിക്കുന്നതല്ല ദൈവത്തിൽ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിയുക. നമുക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യം ഇത്രയും നാളെ ദൈവത്തെ അറിയുന്നതിന് മുമ്പ് എന്റെ പക്ഷത്ത് ഒരുപാട് പേരുണ്ടായിരുന്നു. ആമേ സ്തോത്രം എന്നെ സ്നേഹിക്കാൻ പലരും ഉണ്ടായിരുന്നു. അവര് നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നതിന്റെ ഗുണമെല്ലാം നമ്മൾ വ്യക്തമായി തിരിച്ചറിഞ്ഞു. എന്നാൽ ഇന്ന് ദൈവമക്കൾക്ക് പറയാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട് എന്റെ പക്ഷത്ത് സർവശക്തനായിരിക്കുന്ന ദൈവം എന്റെ കൂടെയുണ്ട്. ആമേ സ്തോത്രം എന്നെ കരം പിടിച്ചിരിക്കുന്നത് സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. യേശുവിന്റെ നാമത്തിൽ അവൻ ഈ കർത്താവിനെ അറിയാതെ ആമേ തന്റെ കൂട്ടത്തിൽ നടക്കുന്ന ജനത്തോട് കർത്താവ് ഒരു കാര്യം പറഞ്ഞു നിങ്ങളുടെ ജീവിതത്തിൽ നാളെ എന്താ സംഭവിക്കാൻ പോണ് ആമേ നിങ്ങൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് പറഞ്ഞ് നിങ്ങൾ ഒരു മൂലക്കിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയും. അതിന്റെ മനസ്സായിട്ട് കർത്താവ് പറഞ്ഞു എന്നെ പിരിഞ്ഞ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതിന്റെ അർത്ഥം എന്താ ഞാൻ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അതോടെ പൗലോസ് പറഞ്ഞ് എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിലും മതിയായവനാണ്. നമ്മുടെ അകത്ത് ദൈവ സാന്നിധ്യത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ദൈവം നമ്മുടെ വിശ്വാസം കൊണ്ട് നാം എന്ത് വിളിച്ചു പറയുന്നുവോ അത് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. നമ്മളെ കുറിച്ച് മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും അവൻ അതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കത്തില്ല. ആമേ സ്തോത്രം വിശ്വസിക്കുന്നവൻ ദൈവത്തിന്റെ മഹത്വം കാണുക തന്നെ ചെയ്യും. ഇന്ന് പകലിൽ നമുക്ക് ഒരുമിച്ച് കർത്താവ് നമുക്ക് സ്നേഹിക്കാൻ നല്ലൊരു ദൈവമുണ്ട്. ഹല്ലേലൂയ നമുക്ക്
ഓടിച്ചെല്ലാൻ നല്ലൊരു അപ്പനുണ്ട്. ഹല്ലേലൂയ. ഏത് സാഹചര്യത്തിലും ജീവിതത്തിന്റെ 24 മണിക്കൂറിൽ എന്ത് സംഭവിച്ചെന്ന് പറഞ്ഞാലും അതിന്റെ നടുവിൽ നമുക്ക് ഓടിച്ചെല്ലുവാൻ ഹല്ലേലൂയ നല്ലൊരു അപ്പനുണ്ട്. കാരണം അവൻ സർവശക്തനായിരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ഈ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഇന്ന് പകലിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ പറയാം, കർത്താവേ, വേറൊന്നിനും ഞാൻ തൃപ്തനാകുന്നില്ല. നമുക്കറിയാം, നമ്മൾ പലതിന്റെ പുറകെ പോയി, നമ്മൾ തൃപ്തിയടയാൻ വേണ്ടി പലതിന്റെ പുറകെ പോയി, അതെല്ലാം നമ്മുടെ കയ്യിലേക്ക് കിട്ടിക്കിട്ടിരുന്നപ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലായി, ഇതിലൊന്നും തൃപ്തിയടയാൻ കഴിയത്തില്ല. എന്നാൽ നമുക്ക് ദൈവസന്നിധിയിൽ പറയാൻ കഴിയും, ദൈവസന്നിധി നാം തൃപ്തിയുള്ളവരാണ്. ഹല്ലേലൂയ. ദൈവസന്നിധി നാം പരിപൂർണരാണ്. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്നുപോലെ ആ തിരിച്ചറിവോടെ ദൈവം നമുക്ക് ചെയ്യുന്ന നന്മകളെല്ലാം ഓർത്തുകൊണ്ട് ഹല്ലേലൂയ. കർത്താവേ, അങ്ങേ പിരിഞ്ഞ് എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. വേറെ ഒന്നിനാലും ഞാൻ തൃപ്തനാകത്തില്ല കർത്താവേ. ആമേൻ. സ്തോത്രം. ഇന്ന് നമ്മളായിരിക്കുന്ന സ്ഥിതി കർത്താവിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതായിരിക്കുന്നു. ആ അതിമഹത്തായ ദൈവിക നന്മകളെ ഈ ആരാധനയിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ദൈവസന്നിധി നമ്മൾ പാടുന്ന പാട്ട് ആമേൻ ആ ദൈവിക പരിജ്ഞാനത്തോടെ ഹല്ലേലൂയ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കി ദൈവസന്നിധി നമ്മളെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് കർത്താവിന് വീണ്ടും നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം.